ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നോയമ്പിൻ്റെ 4ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തരുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയൊക്കെ ഉപമ ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് പറയാനുണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയണ്ടേ. അതുപോലെ തന്നെ ഇത് വളരെയധികം ഈ പറയുന്ന ഉപമ, ഈശോ പറയുന്ന ഈ ഉപമ വളരെയധികം ജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്. അതായത് പാലസ്തീനയിൽ ഒരുപാട് ഭൂപ്രദേശങ്ങളൊക്കെയും സ്വന്തമാക്കിയിരുന്ന ഭൂവുടമകളെന്ന് പറയുന്നത് വിദേശീയരായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയപരമായ പല കാരണങ്ങളാൽ ഈ വിദേശീയരായ ഭൂവുടമകൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടേക്കും വരുന്ന സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളൊക്കെയും ഒരു പക്ഷേ മുന്തിരിയൊക്കെ നട്ടതിന് ശേഷം അത് യഹൂദരായ കൃഷിക്കാരെ ഏൽപ്പിക്കും, പാട്ടത്തിന് കൊടുക്കുക അവർക്ക്. എന്നിട്ട് 3-4 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂവുടമകൾ തങ്ങളുടെ ഭൃത്യന്മാരെ ഈ കൃഷിക്കാരുടെ അടുത്തേക്ക് അയക്കും, തങ്ങൾക്കുള്ള അവകാശം 3-1-4 കൊടുത്തു വിടുവാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ കൃഷിക്കാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പലപ്പോഴും ഈ വരുന്ന ഭൃത്യന്മാരെ അവർ ഉപദ്രവിക്കുകയും കല്ലെറിഞ്ഞ് ഓടിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറ് സാധാരണ. അതുപോലെ തന്നെ യഹൂദ നിയമം അനുസരിച്ച് കൃഷിക്കാർക്ക് ഈ ഭൂവുടമകൾ മരിച്ചു പോയാൽ ഈ കൃഷിക്കാർക്ക് പാട്ടത്തിന് കിട്ടിയ സ്ഥലം തങ്ങളുടെ പേരിൽ സ്വന്തമാക്കാമെന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഭൂവുടമകളെ കൊല്ലാൻ പോലും കൃഷിക്കാർ മടിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു ചരിത്രം പറഞ്ഞു വയ്ക്കുക. ഇങ്ങനെയൊരു ചരിത്ര പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ഈശോ ഈ ഒരു ഉപമ പറയുക. ഈ ഉപമയിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ദൈവം നട്ട മുന്തിരിത്തോപ്പാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജനത്തെ തൻ്റെ ജനമാക്കിക്കൊണ്ട് ദൈവം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുക. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കാണുന്നുണ്ട് പലതരം തിന്മകളിലൂടെയൊക്കെയും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം കൂടുതൽ തന്നെ അടുത്തേക്ക് ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് പലതരം തിന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പല വഴിക്കായിട്ട് ചിന്നിച്ചിതറി പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ദൈവത്തിന് സഹിക്കാനാവാത്തതുകൊണ്ട് ദൈവം തൻ്റെ ഭൃത്യന്മാരെ ഈ ജനത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്, ഭൃത്യന്മാരായ പ്രവാചകന്മാരെ. ആ പ്രവാചകന്മാർ പലതരം നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ നിയമങ്ങളൊക്കെയും ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും ഇവർ ഈ പ്രവാചകന്മാരായ ഭൃത്യന്മാരെ പലപ്പോഴും അടിച്ചോടിക്കുകയും കൊല്ലുകയും കല്ലെറിയുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ദൈവം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അവർ ശരിക്കും അറിയുന്നുണ്ടെങ്കിൽ, ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ പ്രിയപുത്രനെ തന്നെ അവരുടെ അടുത്തേക്ക് അയക്കണമെന്ന്. തൻ്റെ പ്രിയപുത്രനെ അവരൊരുപാട് ബഹുമാനിക്കും, സ്നേഹിക്കും. അതിലൂടെ തൻ്റെ പ്രിയപുത്രൻ്റെ സ്നേഹത്തിലൂടെ അവർ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുമെന്ന് ദൈവത്തിന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പ്രിയപുത്രനെ തന്നെ അയക്കുക. അത് നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിട്ട് കടന്നു വരുമ്പോഴും യഹൂദജനം അവനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പോലും യഹൂദജനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈശോയെ പലപ്പോഴും അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും അതുപോലെ തന്നെ ഈശോയെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇടിച്ചു താഴ്ത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന പല യഹൂദ ആചാര്യന്മാരെയൊക്കെ നാം കാണുന്നത്. അതുപോലെ തന്നെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഈശോയെ യഹൂദജനം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഈശോയെ യഹൂദജനം കൊല്ലാനായിട്ട് വലിച്ചിഴച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഗാഗുൽത്തായുടെ വിരിമാറിൽ 3 ആണിന്മേൽ ഈശോ പിടഞ്ഞു മരിക്കുമ്പോഴും അവർക്ക് യാതൊരു ഭാവവ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷെ പലരും തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തുവെന്ന്. ഈശോ തൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പേ പറയുന്ന വാക്കുകളുണ്ട്. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന്. ദൈവത്തിന് ഒരിക്കലും ജനത്തെ കൈവിടാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. ദൈവം സ്വാർത്ഥനല്ല. പക്ഷേ മനുഷ്യൻ അവിടെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രധാന ഘടകം, സ്വാർത്ഥത ഉടലെടുത്ത് വരിക. പഴയ നിയമത്തിൽ ജനം സ്വാർത്ഥമായിട്ട് പെരുമാറിയതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. എന്നാൽ ക്രിസ്തു പറഞ്ഞു തരുന്നത് അതല്ല. ക്രിസ്തു പറഞ്ഞു തരുന്നത് സ്വാർത്ഥതയോടെ പെരുമാറാനല്ല, സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ജീവിതശൈലി നമ്മൾ ഉടലെടുക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞു തരിക. അതുകൊണ്ടൊക്കെ തന്നെയാണ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പ്രിയപുത്രനെ തന്നുകൊണ്ട് ദൈവം ജനത്തെ തൻ്റെ നെഞ്ചോട് ചേർക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം സ്വാർത്ഥനല്ലെന്ന് ഇതിലൂടെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇന്നിൻ്റെ ഈ ലോകം ഇതിൽ നിന്നും വളരെ വിപരീതമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം സ്വാർത്ഥതയ്ക്കും വേണ്ടി വെട്ടിപ്പിടിക്കുവാനും അതുപോലെ തന്നെ പടുത്തുയർത്തുവാനൊക്കെ ശ്രമിക്കുമ്പോൾ അവർക്ക് നേരെ വരുന്നവരെ പലപ്പോഴും അവർ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ കൊന്നു തള്ളുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ
ക്രിസ്തു പറഞ്ഞു തരുന്നത് ഇതാണ്. ഇത് ക്രൈസ്തവ സ്നേഹമല്ല, ക്രൈസ്തവ ധർമ്മമല്ല. ക്രൈസ്തവ സ്നേഹവും ക്രൈസ്തവ ധർമ്മവും നമുക്ക് എന്തുണ്ടോ അത് മറ്റുള്ളവന് വിഭജിച്ചു കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവരെയും തൻ്റെ സഹോദരനും സഹോദരിക്കായിട്ട് കാണണമെന്നാണ്. കാരണം നമ്മിലുള്ള ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് മറ്റുള്ളവരിലും ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറിക്കൊണ്ട് ക്രിസ്തു ജീവിച്ച വഴിയിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അത് വലിയൊരു ക്രൈസ്തവ സ്നേഹത്തിൻ്റെ മാതൃക തന്നെയാണ്. അതിനായിട്ട് എന്നെയും നിങ്ങളെയും അത്യുന്നതനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.